ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ ലോഗിൻ ഫോം സൈനപ്പ് ഫോമിലും റീഡാറ്റ് ലോജിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞു. യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഈ വാർണിംഗ് കിട്ടിയത്. പക്ഷേ ഇതുവരെ ഡാഷ്ബോർഡ് റൗട്ടിൽ നമ്മളത് കാണിക്കാനുള്ള കമ്പോണൻ്റ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ഡാഷ്ബോർഡ് കമ്പോണൻ്റാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യലാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മുടെ കമ്പോണൻസിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. dashboard.js എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഫയലിൽ പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. കമ്പൗണ്ടിൽ അധികം ലോജിക്കൊന്നും ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ലൈക്ക് ഒരു ഡിവ് കൊടുക്കാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്, അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റ് ഞാൻ ഫങ്ഷണൽ കമ്പൗണ്ട് ആക്കുകയാണ് തൽക്കാലം. ഡാഷ്ബോർഡ് ഈക്വൽ ടു റിട്ടേൺ ഒരു ഡിവ് കൊടുക്കാം. ഡിവിൻ്റെ ഉള്ളിൽ ലോഗ്ഡ് ഇൻ, വെൽക്കം യൂസർ. യു ആർ ലോഗ്ഡ്. ഓക്കെ, എന്നിട്ട് പക്ഷേ ഡിവിൽ ഞാൻ കുറച്ച് സ്റ്റൈൽ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇൻലൈൻ സ്റ്റൈലാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. കാരണം ഇതിനു വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഫോണ്ട് സൈസ് ഞാൻ വന്നിട്ട് 20 പിക്സൽ, ടെക്സ്റ്റ് അലൈൻ ഞാനിവിടെ കൊടുക്കുന്നത് സെൻറ്റർ. പിന്നെ ഒരെണ്ണം കൂടി കൊടുക്കാം, മാർജിൻ ടോപ്പും കൂടി നമുക്കൊന്ന് കൊടുക്കാം. മാർജിൻ ടോപ്പ് ഞാനത് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നതൊരു 50 പിക്സൽ കൊടുക്കാം. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ചെയ്തില്ല. എക്സ്പോർട്ട് ഡീഫോൾട്ട് ഡാഷ്ബോർഡ്. ഓക്കെ, സോ ഫങ്ഷൻ ബേസ്ഡ് കമ്പോണ്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിൽ ഫോണ്ട് സൈസും അലൈൻമെൻറ്റൊക്കെ ചെറിയ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഞാനത് പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പോണൻ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ കമ്പോണൻ്റ് ഇത് ബ്രൗസറിൽ റീഡാറ്റ് ആയപ്പോൾ ഒരു പ്രോപ്പർ പേജ് കാണിക്കാനാണ് ആക്ച്വലി ഞാനിത് കാണിക്കുന്നത്. വെൽക്കം യൂസർ യു ആർ ലോഗ്ഡ് ഇൻ എന്നുള്ള മെസ്സേജൊക്കെ കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്ലാൻ ചോദിച്ചാൽ ഈ കമ്പോണൻ്റ് റൗട്ടിലേക്ക് നമ്മൾ ഹൂക്കപ്പ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ index.jsൽ റൗട്ട് ആഡ് ചെയ്യണം. റൗട്ട് പാത്ത് വന്നിട്ട് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡാഷ് ബോർഡ് കമ്പോണൻ്റ് ഡാഷ്ബോർഡ്, എന്നിട്ട് ക്ലോസിങ് ടാഗും കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഡാഷ്ബോർഡ് ഓട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത് പുതിയ റൗട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്തു. അതിൻ്റെ പാത്ത് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് എന്നുള്ള പാത്താണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പോണൻ്റായി ഡാഷ്ബോർഡ് തന്നെ പാസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാഷ്ബോർഡാണ് പാസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ /ഡാഷ്ബോർഡ് റൗട്ടിൽ ബ്രൗസർ തുറന്നാൽ അപ്പോളോ ഒരു എറർ മെസ്സേജ് കാണാതെ ലൈക്ക് ഈ പെർട്ടിക്കുലർ ഈ ഡാഷ്ബോർഡ് കമ്പോണൻ്റാണ് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ ഇപ്പോൾ നമുക്ക് എറർ മെസ്സേജ് കാണുന്നത് കറൻ്റ് അതിന് പകരം നമ്മൾ ഈ കമ്പോണൻ്റ് ലോഡ് ചെയ്യും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ ബ്രൗസർ ഈ ടെർമിനൽ ചെക്ക് ചെയ്യണം. സക്സസ്ഫുള്ളി കമ്പൈൽഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പോയി ഒന്ന് റീലോഡ് ചെയ്യാം. ഫസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യാം, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ലോഗിൻ ടെസ്റ്റ് പാസ്വേഡ്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ബ്രൗസർ ചെക്ക് ചെയ്തപ്പോൾ /ഡാഷ്ബോർഡ് റൗട്ട് നമ്മൾ ലോഗിൻ സക്സസ്ഫുള്ളായി. റൗട്ടിലേക്ക് നമ്മൾ നാവിഗേറ്റ് ആയിട്ടുണ്ട്. സ്ക്രീനിൽ നമ്മൾ എന്ന് വെച്ചാൽ വെൽക്കം യൂസർ യു ആർ ലോഗ്ഡ് ഇൻ നമുക്ക് മെസ്സേജും കണ്ട്. അപ്പോൾ കൺഫേം ആയി ഡാഷ്ബോർഡ് കമ്പോണൻ്റ് കറക്റ്റായ രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് ആവുന്നുണ്ടൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഹെഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോഗൗട്ട് ബട്ടണും കാണുന്നുണ്ട്. അതായത് ആപ്പ് ഇപ്പോൾ ഓതൻറ്റിക്കേറ്റ് സ്റ്റേറ്റിലാണ്. അതും നമ്മൾ വിചാരിച്ച പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോഗൗട്ട് ബട്ടൺ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം.
ഓക്കെ, സോ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനാരിയോ ലോഗൗട്ട് ഹെഡർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഹെഡർ അപ്ഡേറ്റ് ആയാലും നമ്മൾ ഡാഷ്ബോർഡ് റൗട്ടിൽ തന്നെയാണ്, അത് റൗട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഡാഷ്ബോർഡ് കമ്പോണൻറ്റ്, അതുകൊണ്ട് തന്നെ ഡാഷ്ബോർഡ് കമ്പോണൻ്റാണ് നമ്മൾ കാണുന്നത് ഇവിടെ. സോ റീഫ്രഷ് നമുക്കിത് ചെയ്താലും, നമ്മൾ റീഫ്രഷ് ചെയ്താലും സെയിം തന്നെയാണ് ഇഷ്യൂ വരുന്നത്. ഈ ടെസ്റ്റ് ഇപ്പോഴും നമുക്ക് കാണുന്നുണ്ട്, ഇത് അപ്ഡേറ്റ് ആവണം. ആക്ച്വലി ഇതും അപ്ഡേറ്റ് ആവുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് ഇപ്പോഴും ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് ചെക്ക് ചെയ്യുന്നില്ല. സോ ഹെഡർ ലോഗൗട്ട് സ്റ്റേറ്റ് ശരിയായി അപ്ഡേറ്റ് ആകുന്നുണ്ടെങ്കിലും ഡാഷ്ബോർഡിൽ ഇപ്പോഴും യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന് പോലെ തന്നെയാണ് അത് എടുക്കുന്നത്. സോ ഇത് നമ്മൾ എന്ന് വെച്ചാൽ അൺഓതറൈസ്ഡ് ആക്സസ് ലോഗൗട്ട് ചെയ്തിട്ടും ഡാഷ്ബോർഡ് കാണുന്നു, ഇതാണ് നമ്മുടെ പ്രശ്നം. സോ റീഡയറക്റ്റ് ലോഗൗട്ട് യൂസർ ആയി കഴിഞ്ഞാൽ ഡാഷ്ബോർഡിന് വിട്ടിട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ വെച്ചാൽ നോ റൗട്ട് ഗാർഡ് ഡാഷ്ബോർഡിൽ ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യുന്നില്ല, അതും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നോൺ ഓതൻറ്റിക്കേറ്റഡ് യൂസർ ആണെങ്കിൽ അത് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്താലും റീഡയറക്റ്റ് ചെയ്യണം, ലോഗിനിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യണം. പിന്നെ ഒരു ഓതൻറ്റിക്കേറ്റഡ് യൂസർ ലോഗൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഡാഷ്ബോർഡ് ലോഗൗട്ട് ചെയ്യണമെങ്കിൽ അപ്പോഴും ഉടൻ നമ്മൾ റീഡയറക്റ്റ് ചെയ്യണം ആക്ച്വലി ലോഗിനിലേക്ക്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇതിന് വേണ്ട ലോജിക്ക് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ അടുത്ത സെക്ഷനിൽ ഗോ ത്രൂ ചെയ്യാം. ഡാഷ്ബോർഡ് കമ്പോണൻറ്റിൽ ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യാനുള്ള ഗാർഡ് ലോജിക്കൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.